സംസ്ഥാനത്തെ ഇന്നു മുതൽ റേഷൻ കടകൾ വഴി മണ്ണെണ്ണ വിതരണം ആരംഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ അറിയിച്ചു. മണ്ണെണ്ണ വിതരണം നടക്കില്ലെന്ന തരത്തിൽ ഉയർന്നുവന്ന അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും ഇതോടെ അറുതിയായി. 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 61 രൂപയായിരിക്കും റേഷൻ കടകളിൽ ഈടാക്കുക. ഏറെ നാളായി മുടങ്ങിക്കിടന്ന മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നത് സാധാരണക്കാർക്കും വലിയ ആശ്വാസമാകും. സംസ്ഥാനത്തിനുള്ള മണ്ണെണ്ണ വിതരണത്തിൽ കേന്ദ്ര സർക്കാർ കുറവ് വരുത്തി വരികയാണെന്ന് മന്ത്രി ജി.ആർ. അനിൽ ചൂണ്ടിക്കാട്ടി. ഈ വർഷത്തെ ആദ്യ പാദത്തിലേക്ക് 5676 കിലോ ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മണ്ണെണ്ണ വിഹിതത്തിൽ ഗണ്യമായ കുറവാണ് കേന്ദ്രം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തെ മണ്ണെണ്ണ വിതരണത്തിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മണ്ണെണ്ണ വിഹിതത്തിലെ ഈ കുറവ് കാരണം സംസ്ഥാനത്തെ പല മൊത്ത വ്യാപാര ഡിപ്പോകളും ഒരു വർഷത്തിലധികമായി പ്രവർത്തനരഹിതമായിരുന്നു. മാത്രമല്ല, കടത്തുകൂലിയിലും റീറ്റെയിൽ കമ്മീഷനിലും കാലാനുസൃതമായി വർധനവ് വരുത്താത്തതിനാൽ മൊത്ത വ്യാപാരികളും റേഷൻ ഡീലർമാരും മണ്ണെണ്ണ വിതരണം ചെയ്യാൻ വിമുഖത കാണിച്ചിരുന്നു. ഇത് റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണത്തെ പൂർണ്ണമായി സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. മണ്ണെണ്ണ കിട്ടാനില്ല എന്ന പരാതി ഏറെ നാളായി സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലും ഉൾപ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് മണ്ണെണ്ണ വലിയൊരു ആശ്രയമാണ്. വൈദ്യുതി ഇല്ലാത്ത വീടുകളിലും പാചക ആവശ്യങ്ങൾക്കും മണ്ണെണ്ണയെ ആശ്രയിക്കുന്ന വലിയൊരു ജനവിഭാഗം സംസ്ഥാനത്തുണ്ട്. ഇവർക്ക് റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ ലഭിക്കാതെ വന്നത് നിത്യജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. കേന്ദ്ര വിഹിതത്തിലെ കുറവ് ചൂണ്ടിക്കാട്ടി സംസ്ഥാനം പലതവണ കേന്ദ്രത്തെ സമീപിച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഈ സാഹചര്യത്തിൽ ലഭ്യമായ വിഹിതം കാര്യക്ഷമമായി വിതരണം ചെയ്യാനുള്ള ബദൽ മാർഗങ്ങൾ തേടുകയായിരുന്നു സംസ്ഥാന സർക്കാർ. മണ്ണെണ്ണ വിഹിതത്തിലുണ്ടായ കുറവ് കാരണം മൊത്ത വ്യാപാരികളും റേഷൻ ഡീലർമാരും നിരന്തരം കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം സർക്കാർ പരിഗണിക്കുകയും പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കമ്മീഷണറുടെ റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ PDS സബ്സിഡി, നോൺ സബ്സിഡി മണ്ണെണ്ണ വിട്ടെടുത്ത് വിതരണം ചെയ്യുന്ന മൊത്ത വ്യാപാരികൾക്കുള്ള കടത്തുകൂലിയും റേഷൻ വ്യാപാരികൾക്കുള്ള റീറ്റെയിൽ കമ്മീഷനും വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഇതൊരു വലിയ ആശ്വാസമാണ് റേഷൻ വ്യാപാരികൾക്ക് നൽകുന്നത്. നേരത്തെ 1 ലിറ്റർ മണ്ണെണ്ണയിൽ നിന്ന് 3.70 രൂപയായിരുന്നു വ്യാപാരികൾക്ക് കമ്മീഷനായി ലഭിച്ചിരുന്നത്. ഇത് 6 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഈ വർധനവ് വ്യാപാരികളെ മണ്ണെണ്ണ വിതരണത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കാൻ പ്രേരിപ്പിക്കും. കടത്തുകൂലിയിലെ വർധനവ് മൊത്ത വ്യാപാരികൾക്കും ആശ്വാസമാകും. ഈ നടപടി മണ്ണെണ്ണ വിതരണം സുഗമമാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമ്മീഷൻ വർധനവ് ഏറെ നാളത്തെ തങ്ങളുടെ ആവശ്യമായിരുന്നു എന്നാണ് റേഷൻ വ്യാപാരികൾ പ്രതികരിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന കമ്മീഷൻ വളരെ കുറവായിരുന്നുവെന്നും വണ്ടി വാടകയും മറ്റു ചെലവുകളും കണക്കിലെടുക്കുമ്പോൾ നഷ്ടമായിരുന്നു. പുതിയ കമ്മീഷൻ വരുന്നത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഇനി മണ്ണെണ്ണ വിതരണം മുടങ്ങാതെ നടത്താൻ കഴിയുമെന്നും അവർ പറയുന്നു. കമ്മീഷൻ വർധനവ് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. എന്നാൽ മണ്ണെണ്ണയുടെ വില 61 രൂപയെ നിശ്ചയിച്ചത് സാധാരണക്കാർക്ക് ഒരു ചെറിയ ഭാരമാകുമോ എന്ന ആശങ്കയും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്നിരുന്നാലും പുറം കമ്പോളത്തിൽ മണ്ണെണ്ണയുടെ വില ഇതിലും കൂടുതലായതിനാൽ റേഷൻ കടകളിലൂടെയുള്ള വിതരണം ഇപ്പോഴും ആശ്വാസകരമാണ്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മണ്ണെണ്ണ വിതരണത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരുന്നുവെന്ന് മന്ത്രി അറിയിച്ചു. ഇത് സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലിനെയാണ് സൂചിപ്പിക്കുന്നത്. വിഹിതത്തിലെ കുറവും വ്യാപാരികളുടെ വിമുഖതയും കാരണം മണ്ണെണ്ണ വിതരണത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കി. എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് മണ്ണെണ്ണ എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു സർക്കാർ. പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിവേഗം തീരുമാനമെടുക്കാനും ഉത്തരവിറക്കാനും സാധിച്ചത് സർക്കാരിന്റെ ഇച്ഛാശക്തിയെയാണ് എടുത്തു കാണിക്കുന്നത്. മണ്ണെണ്ണ വിതരണത്തെ ഒരു അത്യാവശ്യ സേവനമായി കണ്ടുകൊണ്ട് അതിനുണ്ടായ മുടക്കം പരിഹരിക്കാൻ സർക്കാർ പ്രഥമ പരിഗണന നൽകി. മണ്ണെണ്ണ വിഹിതത്തിലെ കുറവ് ഒരു വലിയ വെല്ലുവിളിയായി തുടരുമ്പോഴും ലഭ്യമായ വിഹിതം കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം അഭിനന്ദനാർഹമാണ്. ഓരോ റേഷൻ കടയിലും എത്ര അളവ് മണ്ണെണ്ണ ലഭിക്കുമെന്നത് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതിനാൽ ആളുകൾക്ക് ആവശ്യത്തിനനുസരിച്ച് മണ്ണെണ്ണ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കേണ്ടതായിട്ടുണ്ട്. മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. കേന്ദ്ര വിഹിതത്തിലെ കുറവ് ഒരു സ്ഥിരം പ്രതിസന്ധിയെ തുടരുകയാണെങ്കിൽ ഭാവിയിൽ ഇത് വീണ്ടും മണ്ണെണ്ണ ക്ഷാമത്തിലേക്ക് നയിച്ചേക്കാം. അതിനാൽ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ മണ്ണെണ്ണ വിഹിതം നേടിയെടുക്കാൻ സംസ്ഥാനം ശക്തമായ സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ദീർഘകാല അടിസ്ഥാനത്തിൽ മണ്ണെണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനുള്ള മാർഗങ്ങളും തേടേണ്ടതായിട്ടുണ്ട്. പാചകവാതകം, വൈദ്യുതി തുടങ്ങിയ ബദൽ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് ആളുകളെ മാറാൻ പ്രേരിപ്പിക്കണം. ഇതിനായി സബ്സിഡി നിരക്കിൽ പാചകവാതകം ലഭ്യമാക്കുക, വൈദ്യുതി എത്തിച്ചേരാത്ത ഇടങ്ങളിൽ സൗരോർജ്ജം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. എന്തായാലും ഇന്നു മുതൽ റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ ലഭിക്കുമെന്ന പ്രഖ്യാപനം സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. മഴക്കാലം അടുക്കുമ്പോൾ വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മണ്ണെണ്ണയുടെ ലഭ്യത ജനങ്ങൾക്ക് വലിയ സഹായമാകും. ഈ തീരുമാനം സർക്കാരിന്റെ ജനപക്ഷ സമീപനത്തെയാണ് എടുത്തു കാണിക്കുന്നത്. മണ്ണെണ്ണ വിതരണം സുഗമമായി നടക്കുന്നുണ്ടോ എന്നും വിതരണത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നും പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും വേണം.